ഈ കുട്ടിയുടെ 3 മൂത്ത സഹോദരിമാർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മഫ്ത ധരിച്ച് നല്ല വിദ്യാഭ്യാസം നേടി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ അനുജ സഹോദരൻ ഇതേ സ്കൂളിൽ തന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കാലമായി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മഫ്ത ധരിച്ച് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ഈ സ്കൂളിൽ ചേരുകയും പഠനം തുടങ്ങിയ സമയത്ത് തന്നെ ഇതുപോലെയുള്ള ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അവരുടെ മാതാവ് പലപ്പോഴും അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുകയും PTയുമായി ബന്ധപ്പെടുകയും അവരുടേതായ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഈ കുട്ടിക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാനുള്ള ശ്രമങ്ങളൊക്കെ, വ്യക്തിപരമായ ചില ശ്രമങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. അത് നടക്കാതെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള മറ്റു മുസ്ലിം പെൺകുട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതി, അഥവാ സ്കൂളിലേക്ക് മഫ്ത ധരിച്ചു വരും, സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ ആ മഫ്ത അഴിച്ച് ബാഗിൽ വെച്ച് മറ്റു കുട്ടികളെ പോലെ ക്ലാസ്സിലിരിക്കുന്ന രീതിയാണ് തുടർന്നു വന്നിരുന്നത്. എന്നാൽ ഇത് സംബന്ധമായിട്ടുള്ള ചില ആവശ്യങ്ങൾ പലപ്പോഴും ഉയർത്തുകയും അത് പരാജയപ്പെടുകയും ചെയ്തപ്പോൾ ആ ഒരു രക്ഷിതാവിന്റെ വ്യക്തിപരമായ ഒരു നീക്കമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം നീക്കം അവർ ഉപേക്ഷിച്ചു. അതിനിടയിലാണ് ആ സ്കൂളിൽ മറ്റു പല ആളുകളും പങ്കെടുക്കുന്ന ഒരു ഇവന്റ് നടന്ന സമയത്ത് അവിടെ ഈ കുട്ടി തലമറച്ച് വന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ കുട്ടിക്ക് വലിയ ദുരനുഭവം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാനസികമായ പീഡനം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ഇന്നെത്തി നിൽക്കുന്ന വിവാദത്തിലേക്ക് അത് വളർന്ന് വലുതാവുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഓരോരുത്തരും കാണേണ്ട സംഗതി, ഒന്ന്, ആ പ്രിൻസിപ്പൾ തന്നെ അവരുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാകും. ഇതൊരു മതേതര രാജ്യമാണ്, ഇതൊരു മതേതര രാജ്യമാണ് എന്ന് വളരെ ആവേശത്തോടുകൂടി പറയുമ്പോൾ പറയുന്നയാൾ ധരിച്ച ആ ശിരോവസ്ത്രം പോലെ ഒരു ശിരോവസ്ത്രം ആ പറയുന്ന മതേതര രാജ്യമെന്ന് അവകാശപ്പെടുന്ന നാട്ടിൽ അവരുടെ സ്കൂളിൽ ആ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രിൻസിപ്പൾക്ക് ആ ക്യാമ്പസിൽ പ്രവർത്തിക്കാം, അധ്യാപനം നടത്താം. എന്നാൽ അതേപോലെ മറ്റൊരു ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിക്ക് അത് അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ രണ്ട് മതേതരത്വം തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, പറയാറുണ്ട്. അത് ഉൾക്കൊള്ളലിന്റെ മതേതരത്വമാണ്, മതനിരാസമല്ല, മതനിഷേധമല്ല. വൈവിധ്യങ്ങളെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സന്നദ്ധമാകുന്ന അത്തരമൊരു മതേതരത്വമാണ്. യൂറോപ്യൻ മതേതരത്വമല്ല നമ്മൾ അവലംബിക്കുന്നത്. എന്നാൽ ഇവിടെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സമയത്തൊക്കെ അതിപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്ന ഇന്ത്യൻ മതേതരത്വത്തിന്റെയോ മതനിരപേക്ഷതയുടെയോ പട്ടികയിൽ പെടാതിരിക്കുകയും മറ്റു പല മതവിഭാഗങ്ങളുടെ വേഷവിധാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മതേതരത്വത്തിന്റെ പട്ടികയിൽ വരുന്നു എന്ന വൈരുദ്ധ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത് ഇത്തരമൊരു പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇത്തരമൊരു പൊതുബോധ നിർമ്മിതി നമ്മുടെ നാട്ടിൽ ഇന്ന് സംജാതമായിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അത്തരം വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമ ചർച്ചകൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ വഴിയിലൂടെയാണ്. ഒരുപക്ഷെ ഈ മാധ്യമങ്ങളുടെയും പൊതുബോധത്തിന്റെയും ഒക്കെ സ്വാധീന വലയത്തിലായ കോടതി പോലും ഒരുപക്ഷെ അത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായിരിക്കാം ഇതിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും വിധികളും ഒക്കെ പുറപ്പെടുവിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്ന ആ നിയമപരമായ പരിരക്ഷയുടെ പരിധിയിൽ ഇത് വരുമോ ഇല്ലയോ എന്ന ചർച്ചയാണ് ഇപ്പോൾ നിയമവിദഗ്ധരുടെ ഭാഗമായിട്ട് പലരും ഉയർത്തിക്കൊണ്ടുവരുന്നൊരു കാര്യം. ഈ മഫ്ത ധരിക്കുന്നത്
ഒരു മുസ്ലിം മതവിശ്വാസിയുടെ അത്യാവശ്യമായ, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട വസ്ത്രധാരണമാണോ അല്ലയോ? അതിവിടെ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിക്കണമോ വേണ്ടയോ എന്നും ആ ശിരോവസ്ത്രം എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ പരിധിയിൽ പെടുമോ ഇല്ലയോ എന്ന് വിധി പറയേണ്ടത് ആരിഫ് ഹുസൈൻ അല്ല, ഹമീദ് ചന്ദമംഗലൂരല്ല, അല്ലെങ്കിൽ എം എം കാരശ്ശേരിയല്ല, അതേപോലെയുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകളല്ല. അക്കാര്യത്തിൽ തീർപ്പ് പറയേണ്ടത് മതം പ്രാക്ടീസ് ചെയ്യുന്ന മതപണ്ഡിതന്മാരാണ്. സമൂഹത്തിൽ മതവിധി പറയുന്ന, മതവിജ്ഞാനമുള്ള, മതത്തെക്കുറിച്ച് സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന ആ ഉത്ബോധനങ്ങൾ സമൂഹം സ്വീകരിക്കാൻ മാത്രം പാകമുള്ള അത്തരത്തിലുള്ള മതപണ്ഡിതന്മാരാണ് ഇത് ആ പട്ടികയിൽ പെടുമോ ഇല്ലയോ എന്ന് പറയേണ്ടത്. എന്നാൽ അത്തരം വാദഗതികളെല്ലാം പഴഞ്ചനായും പിന്തിരിപ്പനായും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ ബോധപൂർവം ഇവിടെ ഇത്തരത്തിലുള്ള ചില സവർണ സാംസ്കാരികമായിട്ടുള്ള ചില പൊതുബോധം നിർമ്മിക്കുന്ന ആളുകളിലൂടെ മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ, അവരുടെ മൗലികമായ അവകാശത്തെയൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യാനും അതിനെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവതരമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം ഒരു പൊതുബോധ നിർമ്മിതിക്കെതിരായിട്ടുള്ള ചികിത്സയാണ് ഇന്ന് കേരളീയ സമൂഹത്തിൽ ആവശ്യം. ആ ചികിത്സ സമുദായ നേതൃത്വം നടത്തണം, ആ ചികിത്സ രാഷ്ട്രീയ പാർട്ടികൾ നടത്തണം, ആ ചികിത്സയിൽ സർക്കാരിന് പങ്കാളിത്തമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രസ്താവന നടത്തി വീരവാദം മാത്രം മുഴക്കേണ്ട ഒരാളല്ല, അദ്ദേഹം ആക്ഷൻ നടത്തേണ്ട ആളുകൂടിയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ തട്ടവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം പ്രസ്താവന നടത്തുന്നതോടുകൂടി ഒരാൾ അത്രത്തോളം ഒരു മെച്ചപ്പെട്ട ആളാകുന്നില്ല. ഈ കോഴിക്കോട് നഗരത്തിലാണ് കഴിഞ്ഞ വർഷം പ്രൊവിഡൻസ് സ്കൂളിൽ അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് ശിരോവസ്ത്രം ധരിക്കാൻ അവകാശം നിഷേധിക്കപ്പെടുന്നു, പരാതി പറയുന്നു, PTA അത് തള്ളിക്കളയുന്നു, അവസാനം ഇതേപോലെ TC വാങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അന്നും ഇതേ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ കുട്ടിയോട് കൂടെ നിൽക്കാൻ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇതേ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെയാണ് ആ കുട്ടിയും രക്ഷിതാവും പരാതി നൽകിയത്. എന്താണ് ആ വ്യത്യാസം? എവിടെയാണ് ആ വ്യത്യാസം ഉണ്ടായത് എന്നത് പലപ്പോഴും ഇന്ന് പുറത്തു വന്നിട്ടില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ തട്ടവിവാദം ഉണ്ടായപ്പോൾ തന്നെ തട്ടമഴിച്ച് വിട്ടുവീഴ്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. അവരും രാഷ്ട്രീയ രംഗത്ത് മുതിർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. തട്ടം അഴിച്ചു വെച്ച് വിട്ടുവീഴ്ച ചെയ്ത് നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തിനൊന്നും ഒരു കോട്ടവും പറ്റാത്ത വിധം ഈ പ്രശ്നം പരിഹരിക്കണം. തട്ടം അഴിച്ചു വെച്ച് പരിഹരിക്കേണ്ടതല്ല, തട്ടം ധരിച്ചുകൊണ്ട് ഭരണഘടനാനുസൃതമായി ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശത്തിന് വിധേയമായി പരിഹരിക്കേണ്ടതാണ്. അപ്പോഴാണ് ഭരണഘടനാപരമായ ഒരു പരിരക്ഷ ഈ സമൂഹത്തിന് ലഭ്യമാവുകയുള്ളൂ. മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടമഴിക്കാൻ മാത്രം പുരോഗമനപരമായിരിക്കുന്നു എന്ന് വാദിച്ചതും നമ്മുടെ നാട്ടിൽ കൂടുതൽ കാലമായിട്ടില്ല. അപ്പൊ മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടമഴിക്കാൻ മാത്രം പുരോഗമനപരമായിരിക്കുന്നു എന്ന് പറയുന്നത് അതും തട്ടത്തെ ചൊല്ലിയുള്ള വിവാദമാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയങ്ങളെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ പകരം ഇവിടെ ഒരു പൊതുബോധം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പൊതുബോധം എന്ന് പറയുന്നത് മതേതരത്വം എന്ന് പരസ്യമായി പറയുകയും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ഭരണഘടനാനുസൃതമായിട്ട് ലഭ്യമാകേണ്ട അവകാശങ്ങളെല്ലാം മതേതരത്വത്തിന് പുറത്തും മറ്റു വിഭാഗങ്ങളൊക്കെ ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെല്ലാം മതേതരത്വത്തിനകത്തുമായി കൊണ്ടിരിക്കുന്ന ഒരു വിവേചനത്തിന്റെ മതേതരത്വമാണ് ഇന്ന് പലരും ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്തരമൊരു അപകടകരമായ പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ നിർമ്മിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വിവേചനങ്ങൾ നേരിടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോഴേക്ക് അത് നാട്ടിൽ കലാപം അഴിച്ചുവിടാനുള്ള വലിയ കോപ്പുകൂട്ടലാണ് എന്നുവരെ വ്യാഖ്യാനിച്ച മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ കണക്കെടുപ്പുകൾ പോലും ഭയപ്പെടുന്ന ആളുകൾ, ഇതുപോലുള്ള വിവേചനങ്ങൾ എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നതിനെ പോലും ഭയപ്പെടുന്ന ആളുകൾ
ഇതുപോലുള്ള വിവേചനങ്ങൾ പരിഹരിക്കാൻ നല്ല രീതിയിലുള്ള പരിഹാര ശ്രമങ്ങൾ പോലും നടക്കുന്നതിനെയൊക്കെ അപകടകരമായി കാണുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെ വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് ഭരണഘടന അനുസൃതമായിട്ട് ഇതിനെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, അവരുടെ വേഷവിധാനങ്ങൾ എല്ലാം അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ആ ഭരണഘടനാനുസൃതമായിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ, വേഷവിധാനം ധരിച്ച് ക്യാമ്പസുകളിൽ വരാൻ എന്തെങ്കിലും അസൗകര്യങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ കൂടെ നമ്മളുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ കുട്ടിക്ക് അതിനാവശ്യമായ നിയമപരിരക്ഷ ഉണ്ടാക്കി കൊടുത്ത് അതേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ ആ കുട്ടിക്ക് പഠിക്കാൻ അവസരമുണ്ടാക്കി തരുന്ന അപ്പോഴാണ് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട അധികൃതർ ഈ വിഷയത്തിൽ ആ കുട്ടിയുടെ കൂടെ നിന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുള്ളൂ. അത് ആ രീതിയിലുള്ള ഒരു നീക്കങ്ങളിലേക്കാണ് നമ്മുടെ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് സമുദായം ഉണരണം, രാഷ്ട്രീയ പാർട്ടികൾ ഉയരണം. പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിനെ ജാതി നോക്കി, മതം നോക്കി, സമുദായം നോക്കിയിട്ടൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്ന രീതിയുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ഇന്ന് ഇപ്പൊ ഈ വിവാദത്തിലിരിക്കുന്ന ഈ പള്ളുരുത്തിയിലെ സ്കൂൾ, ആ പള്ളുരുത്തിയിലെ സ്കൂള് ലത്തീൻ സഭ നടത്തുന്ന സ്കൂളാണ്. ലത്തീൻ സഭയാണ്. അതാ ലത്തീൻ കത്തോലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സംവരണ വിഭാഗമാണ്. അഥവാ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംവരണ പ്രശ്നങ്ങളിലൊക്കെ നമ്മളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ്. ആ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വിഷയം വരുന്ന സമയത്ത് അവരോട് ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്ന അതേ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഉന്നത സമൂഹത്തിൽപ്പെട്ട റോമൻ കത്തോലിക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള വിവേചനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ആ കുട്ടിയുടെ കൂടെയാണ് ഞങ്ങൾ ഉള്ളത് എന്ന് വിളിച്ചു പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയുമുണ്ട്, ഇതിനകത്തും ചില ജാതി നിലപാടുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ലത്തീൻ സഭ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായിട്ട് സഹകരിക്കുന്ന വിഭാഗമാണ്. മുസ്ലിങ്ങൾക്കും അവർക്കും സമാനമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളാണ്. അതുകൊണ്ട് ആ രണ്ട് സമുദായങ്ങളുമൊക്കെ പരസ്പരം നിലനിൽക്കുന്ന സാമുദായികമായ സൗഹാർദ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ, അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള പല കൂട്ടായ്മകളെയും ഇല്ലായ്മ ചെയ്യാൻ കൂടി ഇവിടെ കാസ പോലെയുള്ള സംഘപരിവാർ പോലെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം ചില അജണ്ടകൾ കൂടി ഈ പുതിയ വിവാദത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായി ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും മറ്റേത് വിഭാഗങ്ങളാണെങ്കിലും അവർക്കിടയിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിദ്വേഷവും വിള്ളലും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും അജണ്ടകളും തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പര സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പരസ്പരം നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇതിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹം അവരെ ഒറ്റപ്പെടുത്താൻ ആവശ്യമായ നീക്കങ്ങളാണ് നടത്തേണ്ടത്. അപ്പോഴേ ഇത്തരം പ്രശ്നങ്ങളെ ശാശ്വതമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയൂ. കേവലം നിയമപരമായ പരീക്ഷയിലൂടെ മാത്രമായി അതുകൊണ്ടായില്ല. സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അകൽച്ചകളെ, വിദ്വേഷ പ്രചാരണങ്ങളെ, ഇത്തരത്തിലുള്ള ചില മുതലെടുപ്പ് ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അവസരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം രീതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യാൻ കൂടി സമുദായ നേതൃത്വത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം സാധിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷത്തിന്റെ വൈറസുകളെ പൂർണ്ണമായി നമുക്ക് വിഭാടനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരമൊരു ചിന്തയിലേക്ക് ഈ ചർച്ച ഉപകാരപ്പെടട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.